ഇന്ന് 2025 ഫെബ്രുവരി 21 വെള്ളിയാഴ്ചയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച റിയാദ് മെട്രോയിലെ 6 മെട്രോ ലൈൻ ഉള്ളതിൽ 5 എണ്ണത്തിൽ തുടർച്ചയായി യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലൂ, ഗ്രീൻ, റെഡ്, വയലറ്റ്, ഓറഞ്ച് എന്നീ 5 ലൈനുകളിലാവും യാത്ര ചെയ്യുക. 6ാമത്തെ ലൈനായ യെല്ലോ ലൈൻ എയർപോർട്ടിലേക്കുള്ളതാണ്. അതിൽ മറ്റൊരു ദിവസം യാത്രയാവാം. തുടക്കം ദാറുൽ ബൈദയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ബ്ലൂ ലൈൻ തുടങ്ങുന്നത്. അതിൻ്റെ അവസാന സ്റ്റേഷൻ എക്സിറ്റ് 8ന്റെ അടുത്ത് സാബ് സ്റ്റേഷനാണ്. ഞങ്ങൾ 10ാമത്തെ സ്റ്റേഷനായ നാഷണൽ മ്യൂസിയത്തിൽ ഇറങ്ങും. അവിടെ നിന്നാണ് 2ാമത്തെ ട്രെയിനായ ഗ്രീൻ ലൈൻ തുടങ്ങുന്നത്. പൂർണ്ണമായും ഭൂഗർഭ പാതയായ ഗ്രീൻ ലൈനിൻ്റെ 11ാമത്തേതും അവസാനത്തേതുമായ സ്റ്റേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ഇറങ്ങും. അവിടെ നിന്ന് 3ാമത്തെ ലൈനായ റെഡ് ലൈനിൽ ആവും യാത്ര തുടരുക. കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങുന്ന റെഡ് ലൈനിൻ്റെ അവസാന സ്റ്റേഷനായ കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ ഇറങ്ങും. സ്റ്റേഡിയവും പരിസരവും ഒക്കെ കണ്ട് വീണ്ടും റെഡ് ലൈനിൽ കയറി 3ാമത്തെ സ്റ്റേഷനായ അൽ ഹംറയിൽ ഇറങ്ങും. അവിടെ നിന്ന് വയലറ്റ് ലൈനിൽ കയറും. വയലറ്റ് ലൈനിൻ്റെ അവസാന സ്റ്റേഷനായ നസീമിൽ ഇറങ്ങി അവിടെ നിന്ന് ഓറഞ്ച് ലൈനിൽ കയറി 9ാമത്തെ സ്റ്റേഷനായ ബത്തയിലെ അൽ ഹിലയിൽ ഇറങ്ങും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രാ പ്ലാൻ. രാവിലെ 7 മണിക്ക് തന്നെ ദാറുൽ ബൈദയിലെത്തി. പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാവാം ഇന്നത്തെ യാത്ര. ഒരു ഹോട്ടലോ ബൂഫയോ തേടി ഞങ്ങൾ വളരെ നേരം നടന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ എല്ലാ കടകളും അടവാണ്. പോരാത്തതിന് മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ജനവാസം കുറവാണ്. അവസാനം പാകിസ്ഥാനിയുടെ ഒരു ബൂഫയിൽ കയറി. 3-4 പേർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ റൊട്ടിയും പാലക്ക് കറിയും ഓർഡർ ചെയ്തു. കറിയിൽ എണ്ണയുടെ അളവ് കൂടുതൽ ആയതിനാൽ ഞങ്ങൾ റൊട്ടി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോഴേക്കും ഓർഡർ ചെയ്ത സുലൈമാനിയായും എത്തി. അതും കുടിച്ച് അവിടെ നിന്നിറങ്ങി മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. മെട്രോ സ്റ്റേഷൻ വളരെ വലുതാണ്. പരിസരവും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന നിർമ്മാണ വൈഭവം. മെട്രോയുടെ അധീനതയിലുള്ള ശൂന്യമായ കെട്ടിടങ്ങൾ കാണാമായിരുന്നു. ഭാവിയിൽ സൂപ്പർ മാർക്കറ്റും ഭക്ഷണശാലകൾ പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുമായിരിക്കും. കാർ പാർക്കിന് വിശാലമായ സ്ഥലം ഉണ്ട്. ഞങ്ങൾ സ്റ്റേഷന് ചുറ്റും നടന്നു കണ്ടു. സ്റ്റേഷന്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഡിസ്പ്ലേ ചെയ്ത റൂട്ട് മാപ്പ് നോക്കി മനസ്സിലാക്കി. മെട്രോ കാർഡ് നേരത്തെ എടുത്തിരുന്നു. പക്ഷേ അതിൽ പണം കുറവാണ്. 10 റിയാലിന് ടോപ്പപ്പ് ചെയ്തു. മണിക്കൂറിന് 2 റിയാലാണ് മെട്രോയുടെ ചാർജ്. 10 റിയാലിന് 5 മണിക്കൂർ യാത്ര ചെയ്യാം. ഇന്നത്തേക്ക് അത് മതിയാകും. കാർഡ് സ്കാൻ ചെയ്ത് പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചു. അധികം നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് പോകാനുള്ള ബ്ലൂ ട്രെയിൻ എത്തി. ഇത് അവസാന സ്റ്റേഷൻ ആയതിനാൽ ഈ വന്ന ട്രെയിൻ ഇവിടെ നിന്ന് തിരികെ അടുത്ത യാത്ര പുറപ്പെടും. വാതിൽ തുറന്ന ഉടനെ ഞങ്ങൾ ട്രെയിനിൽ പ്രവേശിച്ചു. ഡ്രൈവറില്ലാത്ത ട്രെയിൻ ആയതിനാൽ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണാം. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയതിനാലും ഈ റൂട്ടിലെ ആദ്യ സ്റ്റേഷൻ ആയതിനാലുമാവാം യാത്രക്കാർ ആരുമില്ല. ഞങ്ങളെ കൂടാതെ 1-2 പേർ മാത്രം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മെട്രോ യാത്ര തുടങ്ങുകയാണ്. ട്രെയിനിൻ്റെ ജാലകത്തിലൂടെ റിയാദിൻ്റെ ആകാശ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. ജനവാസ കേന്ദ്രമായ അസീസിയയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പാതയുടെ ഇരുവശങ്ങളിലും കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇടതുവശത്ത് അങ്ങ് ദൂരെ അസീസിയ സിമെന്റ് ഫാക്ടറി കാണാം. അതിവേഗതയിൽ അടുത്തുകൊണ്ടിരിക്കുന്ന റെയിൽ പാതകൾ കാണാൻ നല്ല രസം.
ഓരോ സ്റ്റേഷൻ്റെയും റെയിൽപാതയുടെയും നിർമ്മാണം ഞങ്ങളെ അതിശയപ്പെടുത്തി. അൽ ഇമാം ഹോസ്പിറ്റൽ സ്റ്റേഷൻ എത്തി. Al-Iman Hospital. ആകാശത്തിലൂടെയുള്ള റെയിൽപാത കാണാൻ സ്വർഗത്തിലേക്കുള്ള പാതയാണ് എന്ന് തോന്നുന്നു. മദീന ഹൈപ്പർ മാർക്കറ്റ് താഴെ കാണാം. ഇന്ന് തെളിഞ്ഞ ആകാശമാണ്. പുറത്ത് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. കാണാ ദൂരത്ത് കെട്ടിടങ്ങൾ മാത്രം. ഇടയ്ക്ക് ചാലുകൾ മുറിച്ച പോലെ അതിലൂടെ റോഡുകൾ. المحطة التالية هي مركز النقل العام. The next station is Transportation Center. ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് അറബിയിലും ഇംഗ്ലീഷിലും അനൗൺസ് ചെയ്യും. ഈ കാണുന്നത് റിയാദ് റിംഗ് റോഡാണ്. എക്സിറ്റ് 19 കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. റിയാദ് സാപ്കോ ബസ് സ്റ്റാൻഡും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും ഒക്കെ ഈ പരിസരത്താണ് ഉള്ളത്. ستفتح الأبواب من الجانب الأيسر. Next station منفوحة. Doors will open on the left. ഓരോ സ്റ്റേഷൻ്റെയും നിർമ്മിതി വ്യത്യസ്തമാണ്. എല്ലാം ആധുനിക ആർക്കിടെക്ചറും ഡിസൈനിങ്ങും ആണ് അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൾഡ് സനയ, ഖാലിദിയ, ഗുബേറ എന്നീ ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത്. എല്ലാം പരിചയമായ സ്ഥലവും കെട്ടിടങ്ങളും. المحطة التالية هي سكيرينا. Next station سكيرينا. മൻഫോയും ഗുബേറയും കഴിഞ്ഞു. ഇനി ഈ ബ്ലൂ ലൈനിൻ്റെ യാത്ര ഭൂമിക്കടിയിലൂടെയാണ്. ബെത്ത സ്റ്റേഷനും മ്യൂസിയം സ്റ്റേഷനും ഒക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. KAFDക്ക് തൊട്ട് മുമ്പ് മാത്രമേ ഉപരിതലത്തിൽ പ്രവേശിക്കൂ. ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. മെട്രോയുടെ പ്രവർത്തനത്തിനാവശ്യമായ 100 കണക്കിന് കേബിളുകളും പൈപ്പുകളും തുരങ്കഭിത്തിയിൽ കാണാം. അതിശയിപ്പിക്കുന്ന നിർമ്മാണ വൈഭവം. തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിറയെ ബൾബിൻ്റെ പ്രകാശമാണ്. The next station is Al-Awad. ട്രെയിനിൻ്റെ ഉള്ളിലും ഇരുഭാഷകളിൽ സ്റ്റേഷൻ്റെ പേരും എത്തുന്ന വിവരവും തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇരട്ടപ്പാതയിലൂടെ എതിരെ വരുന്ന ട്രെയിൻ കടന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഗ്രീൻ ലൈനിൽ കയറണം. National Museum. Please change here for Green Line. المحطة التالية هي المتحف الوطني. നാഷണൽ മ്യൂസിയം സ്റ്റേഷൻ ബത്തേരിൽ തന്നെയാണ്. സ്റ്റേഷനും സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകളും കാണാൻ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറം വാതിൽ ലക്ഷ്യമാക്കി നടന്നു. തിരികെ വന്ന് വീണ്ടും യാത്ര തുടരും.
അസാമാന്യമായ വലിപ്പമാണ് ഈ സ്റ്റേഷനുള്ളത്. 4-5 നിലകൾ താഴ്ചയിലാണ് പ്ലാറ്റ്ഫോമും റെയിൽവേ ട്രാക്കും സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാർഡ് സ്കാൻ ചെയ്യണം. ഒരു എയർപോർട്ട് ലോഡ്ജിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ സ്റ്റേഷന്. എയർപോർട്ടിനോട് കിടപിടിക്കാവുന്ന നിലവാരവും. ഞങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങി. പുറത്തെ കാഴ്ചകൾ അതിലും മനോഹരമാണ്. ഓരോ മെട്രോ സ്റ്റേഷന് മുമ്പിലും മെട്രോ മാപ്പിൻ്റെ ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ബത്തയും ഫിലിപ്പിനി മാർക്കറ്റും മ്യൂസിയവും മെയിൻ പോസ്റ്റ് ഓഫീസും ഉള്ളത് ഈ പരിസരത്ത് തന്നെയാണ്. പുറം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ സ്റ്റേഷനുള്ളിൽ പ്രവേശിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് എത്രയോ താഴ്ചയിലാണ് സിറ്റിയുടെ അടിയിലൂടെ മെട്രോയുടെ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഗ്രീൻ ലൈനിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തി. പച്ച നിറമുള്ള ട്രെയിനിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. കോച്ചിനുള്ളിലെ കസാരയുടെ നിറം കണ്ടാൽ അറിയാം ഏത് ലൈനിലാണ് യാത്ര ചെയ്യുന്നത് എന്ന്. ഗ്രീൻ മെട്രോയുടെ സീറ്റിൻ്റെ മുകൾ ഭാഗം പച്ച നിറമാണ്. 11 സ്റ്റേഷൻ മാത്രമുള്ള ഈ ഗ്രീൻ ലൈനാണ് റിയാദ് മെട്രോയിലെ ഏറ്റവും ഹ്രസ്വ ദൂരമുള്ള ലൈൻ. പൂർണ്ണമായും ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് യാത്ര. അതുകൊണ്ട് പുറം കാഴ്ചകൾ ഒന്നും തന്നെ കാണാൻ ഇല്ല. പുറം കാഴ്ചകൾ കാണാൻ പറ്റാത്തതുകൊണ്ട് കോച്ചിനുള്ളിലെ ചെറിയ ടിവിയിൽ പരസ്യം നോക്കി സമയം ചെലവഴിച്ചു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവസാനത്തെ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി. ഓട്ടോമാറ്റിക് വാതിൽ തുറന്നതോടെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. ഈ സ്റ്റേഷനും വലുതാണ്. ഇവിടെ ഞങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങുന്നില്ല. റെഡ് ലൈനിൻ്റെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. ആകെ 15 സ്റ്റേഷനുള്ള റെഡ് ലൈൻ ഒലയ തക്കസൂസി ഭാഗത്തുള്ള കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒലയ സ്റ്റേഷനിൽ വെച്ച് ബ്ലൂ ലൈനും, MOE സ്റ്റേഷനിൽ വെച്ച് ഗ്രീൻ ലൈനും, അൽ ഹംറ സ്റ്റേഷനിൽ വെച്ച് വയലറ്റ് ലൈനുമായി കണക്ഷനുകൾ ഉണ്ട്. First, and mind the gap between the train and the platform. Doors closed. المحطة التالية هي النزهة.
The next station is Amusa. ഈ ലൈൻ ഒലയ, സുലൈമാനിയ എന്നീ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് പുറം കാഴ്ചകൾ വ്യത്യസ്തമാണ്. Destination King Fahd Sports City. ബ്ലൂ ലൈനിലൂടെ പോകുമ്പോഴുള്ള പുറം കാഴ്ച പോലല്ല റെഡ് ലൈനിൽ. ഇവിടെ വിശാലമായ സ്ഥലവും പുതിയതും ആധുനികവുമായ കെട്ടിടങ്ങളാണ്. ബ്ലൂ ലൈനിൻ്റെ ഭാഗത്ത് തിങ്ങി നിറഞ്ഞ പഴയ കെട്ടിടങ്ങളാണ്. Doors closing. The next station is Riyadh Exhibition Center. റിയാദിലെ ഏറ്റവും വലിയ എക്സിബിഷൻ സെൻ്ററാണ് ഈ കാണുന്നത്. എല്ലാ കെട്ടിടങ്ങളും പുതിയതാണ്. വികസനവും നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. Destination King Fahd Sports City. Next station, King Fahd Sports City. അകലെ സ്റ്റേഷൻ കാണാം. On the left. യാത്രക്കാർ കുറവാണ്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഭക്ഷണവും കഴിഞ്ഞ് ഒരു വിശ്രമത്തിന് ശേഷം ആവും എല്ലാവരും പുറത്തിറങ്ങുക. ഉച്ചയ്ക്ക് ശേഷം മെട്രോയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇടതുവശത്ത് കാണുന്നതാണ് താമരയാകൃതിയിലുള്ള കിങ് ഫഹദ് സ്റ്റേഡിയം. സ്റ്റേഡിയം സ്റ്റേഷൻ എത്തി. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റേഡിയത്തിൻ്റെ എക്സിറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഇടയ്ക്ക് ശുചിമുറിയിൽ കയറി. പുറത്ത് കുടിവെള്ളത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിരുന്ന മാപ്പിൽ ഞങ്ങൾ ഇതുവരെ താണ്ടിയ സ്റ്റേഷനും മെട്രോ ലൈനും വീണ്ടും നിരീക്ഷിച്ചു. ഞങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങി. സ്റ്റേഡിയത്തിലേക്കുള്ള ദിശാസൂചിക കണ്ടതനുസരിച്ച് സ്റ്റേഡിയത്തിലേക്ക് നടന്നു. നേരെ കാണുന്നതാണ് കിങ് ഫഹദ് സ്റ്റേഡിയം. താമരയുടെ ആകൃതിയിലാണ് ഈ ഓപ്പൺ എയർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കിങ് ഖാലിദ് സ്റ്റേഡിയത്തിൻ്റെ ആകാശ കാഴ്ച. 1987 അന്നത്തെ രാജാവായിരുന്ന കിങ് ഫഹദിൻ്റെ പേരിൽ 5 വർഷം കൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത്. 1982 മുതൽ 2005 വരെ 20 വർഷം സൗദി ഭരിച്ച രാജാവായിരുന്നു കിങ് ഫഹദ്. ഞങ്ങൾ സൗദിയിൽ വരുമ്പോൾ ഫഹദായിരുന്നു രാജാവ്. സൗദിയിലെ അന്നത്തേതും ഇന്നത്തേതുമായ ഏറ്റവും വലിയ സ്റ്റേഡിയമാണിത്. അകലെ നിന്ന് മെട്രോ സ്റ്റേഷൻ വീക്ഷിച്ചു. സ്റ്റേഷൻ്റെ പുറം ചട്ടയുടെ നടുവിലൂടെ ഒരു ചുവന്ന രേഖ ശ്രദ്ധയിൽപ്പെട്ടു.
ഈ സ്റ്റേഷൻ റെഡ് മെട്രോയുടെ ഭാഗമാണ് എന്നതിൻ്റെ സാക്ഷ്യം. അകലെ കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. 60,000 കാണികളെ ഉൾക്കൊള്ളിക്കാവുന്ന സ്റ്റേഡിയം ആണ്. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ നടക്കുകയാണ്. പണി തീർന്നാൽ 75,000 പേർക്കിരിക്കാവുന്ന ഗാലറി ഉണ്ടാവും എന്നാണ് അറിയുന്നത്. കിങ് ഫഹദ് സ്പോർട്സ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട പുതിയ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അകലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാമായിരുന്നു. കുറേ നേരം അവരുടെ കളി നോക്കി നിന്നു. നല്ല വെയിലുണ്ടെങ്കിലും അന്തരീക്ഷം തണുപ്പാണ്. ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ മറുപുറം കാണുവാനായി തിരികെ നടന്നു. സ്റ്റേഷൻ്റെ പിന്നാമ്പുറം തുറസായ സ്ഥലമാണ്. വലിയ ഒരു കാർ പാർക്കുമുണ്ട്. സ്റ്റേഷൻ ഒരു വിശാലമായ നിർമ്മിതിയാണ്. മെട്രോയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അവിടുത്തെ AC ടെക്നീഷ്യൻ ആണ് എന്നാണ് പറഞ്ഞത്. അയാളുടെ പേര് ഓർമ്മയില്ല. അയാളോട് ഫോൺ നമ്പറും വാങ്ങി യാത്രയും പറഞ്ഞ് ഞങ്ങൾ തിരികെ സ്റ്റേഷനിലേക്ക് കയറി. അൽ ഹംറയിലേക്ക് പോകുവാൻ റെഡ് മെട്രോയുടെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. എസ്കലേറ്ററിൽ കയറുന്നത് ഒരു ഹരമായിരുന്നു. വീണ്ടും റെഡ് മെട്രോയിൽ കയറി. അൽ ഹംറ എന്ന സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടുന്നാണ് വയലറ്റ് ലൈനിൻ്റെ കണക്ഷൻ കിട്ടുക. ഇവിടുന്ന് 3ാമത്തെ സ്റ്റേഷനാണ് അൽ ഹംറ. കണ്ട കാഴ്ചകൾ വീണ്ടും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ستفتح الأبواب من الجانب الأيسر. Next station, الخليج. Doors will open on the left. അൽ ഹംറ സ്റ്റേഷനിലെത്തി. റോഡിൻ്റെ ഇരുവശത്തുമുള്ള സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന വാക്ക് വേയിലൂടെ ഞങ്ങൾ നടന്നു. എല്ലാ സ്റ്റേഷനിലും ലിഫ്റ്റും എസ്കലേറ്ററും ഉണ്ട്. മെട്രോയുടെ ജംഗ്ഷൻ സ്റ്റേഷൻ ആയതിനാൽ ഇതും വളരെ വലിയ സ്റ്റേഷനാണ്. വാക്ക് വേയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ജാലകത്തിലൂടെ ഞങ്ങൾ പുറത്തേക്ക് നോക്കി പട്ടണത്തിൻ്റെ വിശാലമായ കാഴ്ച കണ്ടാസ്വദിച്ചു. അവസാനം വയലറ്റ് മെട്രോ ലൈനിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി. القطار القادم متجه إلى النسيم. الرجاء انتظار خروج الركاب قبل الصعود. ട്രെയിനിൽ കയറി യാത്ര തുടർന്നു. بين الوسيط والقطار. ബ്ലൂ ലൈനിൽ മൻഫൂവ അസീസിയ ഭാഗത്തെ കാഴ്ചകൾ ഓർമ്മിപ്പിക്കും വിധം ഇവിടുത്തെ പുറം കാഴ്ചകളും വ്യത്യസ്തമായിരുന്നില്ല. ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും ഒരേ കാഴ്ച. കാണാദൂരത്ത് അനന്തത വരെ ഉയരം കുറഞ്ഞ കെട്ടിടങ്ങൾ മാത്രം. മണിമാളികകളോ അമ്പരചുംബികളോ ആയ ഒരു ആധുനിക നിർമ്മിതിയും കാണാനില്ല.
മനുഷ്യവാസം കൂടുതലുള്ള പ്രവിശ്യയാണ് നസീം. المحطة التالية هي ആധുനിക നിർമ്മിതിയായി കണ്ടത് മെട്രോയുടെ സ്റ്റേഷൻ മാത്രം. Next station, Al-Andalus. Mind the gap between the train and the platform. 10 സ്റ്റേഷൻ മാത്രമുള്ള വയലറ്റ് ലൈൻ തുടങ്ങുന്നത് കിങ് അബ്ദുൽ അസീസ് ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് KAFD എന്ന സ്റ്റേഷനിൽ നിന്നാണ്. അവസാനിക്കുന്നത് നസീമിലാണ്. Next station, Horais Road. KAFD ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിന് പോകുന്ന യെല്ലോ ലൈനും ദാറുൽ ബൈദയ്ക്ക് പോകുന്ന ബ്ലൂ ലൈനും കണക്ഷൻ ഉണ്ട്. നസീമിൽ നിന്ന് ഓറഞ്ച് ലൈനിൻ്റെ കണക്ഷൻ കിട്ടും. المحطة التالية هي النفيس. ഞങ്ങൾക്ക് കൂട്ടായി ഒരു ഫിലിപ്പീനി ദമ്പതികളും മുന്നിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. Next station, നസീം ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലം ആയതിനാൽ റോഡുകളും കെട്ടിടങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് മെട്രോ സ്റ്റേഷൻ ഭൂമിക്കടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ട്രെയിൻ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. നസീം സ്റ്റേഷൻ എത്തി. This is the terminus. Please leave the train. Thank you for traveling on Riyadh Metro. ഞങ്ങൾ ട്രെയിനിന് പുറത്തിറങ്ങി. സ്റ്റേഷന്റെ പുറം കവാടം ലക്ഷ്യമാക്കി നടന്നു. ഇതുവരെയും കാണാത്ത പ്രത്യേകമായ നിർമ്മാണ ഡിസൈനാണ് ഈ സ്റ്റേഷന്. നല്ല ഭംഗിയും ആകർഷണീയതയും തോന്നി. എല്ലാം ഒരു ചുമപ്പ് മയം. സ്റ്റേഷന്റെ ഉള്ളിലൂടെ എത്ര നടന്നാലും മടുപ്പ് തോന്നുകയില്ല. സ്റ്റേഷന്റെ പുറം കവാടത്തിന്റെ നിർമ്മാണവും അതിമനോഹരമാണ്. ഇവിടെയും മെട്രോ മാപ്പിന്റെ ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. നസീമിലെ പ്രശസ്തമായ വലിയ ശ്മശാനത്തിന്റെ ഭിത്തിയാണ് ഈ കാണുന്നത്. സ്റ്റേഷന്റെ പുറത്ത് ചുറ്റും നടന്നു കണ്ടു. റോഡിൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രം. പുറത്ത് ഒരു ഒറ്റ മനുഷ്യനെയും കാണാനില്ല. സ്റ്റേഷന്റെ ചുറ്റും വിജനമാണ്. ജനവാസ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ടാക്സിയിൽ പോകണം. യാത്രക്കാരെയും കാത്ത് മെട്രോയുടെ കവാടത്തിൽ ലിമോസിനും പ്രൈവറ്റ് ടാക്സിയും കിടപ്പുണ്ട്. തിരികെ സ്റ്റേഷനിൽ പ്രവേശിച്ചു. ഓറഞ്ച് മെട്രോയുടെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു. The next train to Jeddah Road is approaching. Please allow passengers off the train first and mind the gap. പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെയും കാത്ത് ട്രെയിൻ തുറന്ന വാതിലുമായി നിർത്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. എല്ലാ മെട്രോ ട്രെയിനിലും ഫാമിലിക്കും ലേഡീസിനും സിംഗിൾസിനും പ്രത്യേക വാതിലാണുള്ളത്. കോച്ചിൻ്റെ എല്ലാ കവാടത്തിൻ്റെ മുകളിലും അത് എഴുതി വച്ചിരിക്കും. ഞങ്ങൾ സിംഗിൾസിൻ്റെ ഡോറിലൂടെയാണ് പ്രവേശിച്ചത്. ഓറഞ്ച് വരെയുള്ള സീറ്റിൽ ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചു. ഓറഞ്ച് ലൈനിൻ്റെ ഒരറ്റം നസീം പ്രവിശ്യയിലെ ഖസം അല്ലാൻ സ്റ്റേഷൻ ആണ്. ഇവിടെ നിന്ന് 21ാമത്തെ സ്റ്റേഷനായ ബദിയ പ്രവിശ്യയിലെ ജിദ്ദ റോഡ് സ്റ്റേഷൻ ആണ് മറ്റേ അറ്റം. Next station, Harun Rashid Road. ട്രെയിൻ അതിവേഗം ഓരോ സ്റ്റേഷനും കടന്ന് മുന്നേറി. റിംഗ് റോഡ് ഹൈവേയിൽ എക്സിറ്റ് 15-ലെ അൽ റാജി മോസ്ക് ആണ് കാണുന്നത്. വലതുവശത്തങ്ങ് ദൂരെ ഒലയ ഭാഗത്തുള്ള ഫൈസലിയ ടവറും കിങ്ഡം ടവറും ഒക്കെ കാണാം.
പലാസ് സുലൈ ഭാഗത്തെ ജനസാന്ദ്രമായ കേന്ദ്രമാണ് താഴെ കാണുന്നത്. മല സ്റ്റേഡിയം അടുക്കുമ്പോൾ തുരങ്കത്തിലേക്ക് പ്രവേശിക്കും. ഇനി റിയാദ് സിറ്റിയുടെ ഹൃദയഭാഗത്തൂടെയാണ് യാത്ര. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള അൽ ഹില സ്റ്റേഷൻ എത്തി. Al-Hilla. Please mind the gap between the train and the platform. ഇവിടെയും ചുമപ്പ് മയം. അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയരത്തിലേക്ക് നടന്നു. അവസാനം സ്റ്റേഷന് പുറത്തിറങ്ങി. നസീം സ്റ്റേഷനോട് സാമ്യം ഉണ്ട് ഈ സ്റ്റേഷന്. ബത്തയിലെ അൽ ഹില സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മണി 12 കഴിഞ്ഞിരുന്നു. കലശലായ വിശപ്പ്. രാവിലെ 7:30 ദാറൽ ബൈദയിൽ നിന്ന് ഒരു റൊട്ടിക്കഷ്ണം കഴിച്ചതാണ്. അതിനുശേഷം ജലപാനം കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ ബത്തയിലെ പ്രശസ്തമായ പാരഗൺ ഹോട്ടലിൽ എത്താം. അവിടുന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ട് റൂമിലേക്ക് മടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബത്തയിൽ പാരഗൺ ഹോട്ടലിന് മുമ്പിൽ ചെന്നപ്പോൾ ജുമാ നമസ്കാരം കഴിഞ്ഞിരുന്നില്ല. പള്ളിക്കുള്ളിൽ സ്ഥലമില്ലാത്തതിനാൽ റോഡിൽ നിസ്കാരം നടക്കുന്നു. സ്ഥലം കഴിയുന്നതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഹോട്ടൽ തുറന്നപ്പോൾ തിരക്കിനിടയിലൂടെ ഞങ്ങൾ സീറ്റ് പിടിച്ചു. നല്ല ചൂടുള്ള ചിക്കൻ കുടുക്ക ബിരിയാണി കഴിച്ചു. അങ്ങനെ 5 വ്യത്യസ്ത മെട്രോ ലൈനിൽ ഒറ്റ ദിവസം 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തതിൻ്റെ സംതൃപ്തിയും സന്തോഷവുമായി ഞങ്ങൾ ലിമോസിൻ പിടിച്ച് താമസിക്കുന്ന റൂമിൽ എത്തി. ശുഭയാത്രയായിരുന്നു.